ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലം ദൈവങ്ങളെ വിഭജിക്കുന്നു. മെട്രോമാൻ പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്തു. എന്നാൽ ഈ പാലത്തിന് പകരമായി ശ്രീധരൻ നിർദ്ദേശിച്ച പുതിയ അലൈൻമെന്റ് പദ്ധതി കേരള സർക്കാരും തള്ളി. ഭാരതപ്പുഴയ്ക്ക് കുറുകെ തിരുനാവായ തവനൂർ പാലം നിർമ്മിക്കുന്നതിനായി മെട്രോമാൻ ശ്രീധരൻ നിർദ്ദേശിച്ച ബദൽ അലൈൻമെന്റ് പദ്ധതി കേരള സർക്കാർ നിരസിച്ചിരിക്കുകയാണ്. മതപരമായ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി പാലത്തിന് പുതിയ അലൈൻമെന്റ് പരിഗണിക്കാനും നിലവിലെ അലൈൻമെന്റുമായി മുന്നോട്ട് പോകരുതെന്നും പൊതുമരാമത്ത് വകുപ്പിന് കോടതിയിൽ നിന്ന് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് 2024 ഒക്ടോബറിൽ ശ്രീധരൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. പൊതുതാൽപര്യ ഹർജിയിൽ പ്രദേശത്തെ ത്രിമൂർത്തി ക്ഷേത്രങ്ങളുടെ പവിത്രതയെ ബാധിക്കാതെ തിരുനാവായ തവനൂർ പാലം പുനഃക്രമീകരിക്കുന്നതിനുള്ള സാധ്യമായ ഓപ്ഷനുകൾ പരിഗണിക്കാത്തതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഭാരതപ്പുഴയുടെ വടക്കേക്കരയിലുള്ള മലപ്പുറം ജില്ലയിലെ തിരുനാവായയിലെ വിഷ്ണു ക്ഷേത്രവും തെക്കേക്കരയിലെ ബ്രഹ്മാവിന്റെയും തവനൂരിലെ ശിവന്റെയും ക്ഷേത്രങ്ങളും ചേർന്ന് തൃത്വത്തെയാണ് നിർദ്ദിഷ്ട പാലം വിഭജിക്കുന്നതെന്ന് ശ്രീധരൻ വാദിച്ചതായാണ് റിപ്പോർട്ട്. നിർദ്ദിഷ്ട പാലം മതപരമായ പവിത്രതയെ ബാധിക്കുമെന്നും ഹിന്ദു ഭക്തരുടെ മതവികാരം വ്രണപ്പെടുത്തുമെന്നാണ് ശ്രീധരൻ വാദിക്കുന്നത്. ഓഫീസ് സമുച്ചയത്തിലൂടെ കടന്നുപോകുന്ന പാലം കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പന്റെ അന്ത്യവിശ്രമ സ്ഥാനത്തിലൂടെയും കടന്നുപോകുമെന്ന് പരാമർശമുണ്ട്. സാമൂഹിക പരിഷ്കർത്താവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ കെ കേളപ്പൻ വൈക്കം ഗുരുവായൂർ സത്യാഗ്രഹങ്ങൾക്ക് നേതൃത്വം നൽകുകയും താഴ്ന്ന ജാതിക്കാരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. തിരുനാവായിലെ നവമുകുന്ദ ക്ഷേത്രവും നദിയുടെ വടക്കും തെക്കും കരകളിലുള്ള ചെറുതിരുനാവായ ബ്രഹ്മശിവ ക്ഷേത്രങ്ങളും ത്രിമൂർത്തി സംഗമം സൃഷ്ടിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ സ്ഥലം മതപരമായ ആദരവോടെയാണ് കാണപ്പെടുന്നത്. പാലത്തിന്റെ അലൈൻമെന്റിൽ സാങ്കേതിക വൈദഗ്ധ്യം ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദർ, ജസ്റ്റിസ് എസ് മനു എന്നിവരടങ്ങിയ ഹൈക്കോടതി ബെഞ്ച് നിരീക്ഷിച്ചു. ശ്രീധരന്റെ ഹർജി ഒരു നിർദ്ദേശമായ അധികാരികൾക്ക് പരിഗണിക്കാമെന്നും അത് സാധ്യമെങ്കിൽ നടപ്പിലാക്കാമെന്നും ബെഞ്ച് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ PWD സെക്രട്ടറി 2024 നവംബറിൽ സ്ഥലം സന്ദർശിക്കുകയും ശ്രീധരനുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. സെക്രട്ടറി അദ്ദേഹത്തിൽ നിന്ന് ഓപ്ഷനുകളും കേട്ടു. ശ്രീധരന്റെ അഭിപ്രായത്തിൽ നിലവിലെ അലൈൻമെന്റ് മാറിയാൽ ഭാരതപ്പുഴയുടെ തീരത്തുള്ള ക്ഷേത്രങ്ങളെ വിഭജിക്കില്ല. കൂടാതെ ക്ഷേത്രത്തിലേക്കുള്ള ഭക്തരുടെ സുഗമമായ പ്രവേശനത്തെ ഇത് ബാധിക്കുകയുമില്ല. ഒപ്പം കെ കേളപ്പന്റെ സ്മാരകത്തെയും സമീപ ഭൂമിയെയും തന്റെ അലൈൻമെന്റ് ഒഴിവാക്കുന്നുവെന്നും നദീതീരത്തെ ഒരു മതപരമായ ചടങ്ങുകളെയും ഇത് ബാധിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തുടർന്ന് ശ്രീധരൻ നിർദ്ദേശിച്ച 2 അലൈൻമെന്റുകളും പഠിക്കാനും ഗുണദോഷങ്ങൾ ചൂണ്ടിക്കാണിക്കാനും സമഗ്രമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനും PWD സെക്രട്ടറി റോഡ്സ് ആൻഡ് ബ്രിഡ്ജ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിനോട് നിർദ്ദേശിച്ചു. RBDCK മാനേജിംഗ് ഡയറക്ടർ 2024 ഡിസംബറിലും 2025 ഫെബ്രുവരിയിലും ശ്രീധരനുമായി കൂടിക്കാഴ്ചകൾ നടത്തുകയും ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ശ്രീധരന്റെ ആദ്യ ഓപ്ഷൻ നടപ്പിലാക്കിയാൽ പദ്ധതിക്ക് ആകെ ഉണ്ടാകുന്ന അധിക സാമ്പത്തിക ആഘാതം 7.81 കോടിയും രണ്ടാമത്തെ ഓപ്ഷന് 2.4 കോടിയും ആയിരിക്കുമെന്ന് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഈ പദ്ധതിക്കായി 0.5260 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ 3.5 കോടിയാണ് ചെലവഴിച്ചത്. 2022 ജൂലൈയിൽ ഏറ്റെടുക്കലും പൂർത്തിയായി. യഥാർത്ഥ കരാർ പ്രകാരം ആകെ പദ്ധതി ചെലവ് 48.83 കോടിയാണ്. 2021 ടെൻഡർ ക്ഷണിക്കുകയും 2022 പ്രവൃത്തി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നൽകുകയും ചെയ്തു. പദ്ധതി ഇനിയും വൈകിയാൽ ULCCS അധിക തുക ആവശ്യപ്പെട്ടേക്കാം. ഇത് പദ്ധതി ചെലവ് വർദ്ധിപ്പിക്കുന്നതിനും നടപ്പാക്കുന്നതിലെ കാലതാമസത്തിനും കാരണമാകും. കൂടാതെ ശ്രീധരൻ നിർദ്ദേശിച്ച അലൈൻമെന്റ് സംസ്ഥാന സർക്കാരിന് അധിക സാമ്പത്തിക ബാധ്യത വരുത്തുകയും 2009 ആരംഭിച്ച പദ്ധതിക്ക് 3 മുതൽ 4 വർഷം കൂടി കാലതാമസം വരുത്തുകയും ചെയ്യുമെന്ന് RBDCK റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. 2025 ഫെബ്രുവരിയിൽ PWD സെക്രട്ടറി വീണ്ടും ശ്രീധരനുമായി കൂടിക്കാഴ്ച നടത്തി. സാമൂഹിക രാഷ്ട്രീയ കാരണങ്ങളും പൊതുജനങ്ങളുടെ ആവശ്യവും കണക്കിലെടുത്ത് അലൈൻമെന്റ് മാറ്റണമെന്ന ആവശ്യം ശ്രീധരൻ ആവർത്തിച്ചു. തന്റെ നിവേദനം കാരണമല്ല പദ്ധതി വൈകിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാന സർക്കാരിന് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്നും പദ്ധതി കൂടുതൽ കാലതാമസം വരുത്തുമെന്നും ചൂണ്ടിക്കാട്ടി ശ്രീധരന്റെ നിർദ്ദേശം തള്ളിക്കൊണ്ടുള്ള ഉത്തരവ് പൊതുമരാമത്ത് സെക്രട്ടറി K. ബിജു പുറപ്പെടുവിച്ചു.